10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ് കരിയറിൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഒരു ജംഗ്ഷനിൽ ഏത് മേഖലയിലേക്ക് പോകണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ഈ ഈ എല്ലാവരും പോകുന്ന വഴിയാണോ അല്ലെങ്കിൽ പുതിയ വഴി വെട്ടണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് പുതിയ കാലത്തെ അവസരങ്ങൾ, അതുപോലെ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ലോകത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊക്കെ 1950കളിലൊക്കെയാണ് ഈ ആശയം വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ആശയം വരുന്നത്. ഇന്ന് ഇത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജോലികളിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ സാങ്കേതിക വിദ്യ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് പഠിച്ചിട്ട് ചെയ്യുന്ന ജോലികളുടെ പ്രത്യേകത എന്താ? ആ പഠിച്ചിട്ട് ചെയ്യുന്ന ജോലികളിലൊക്കെ നമ്മൾ അധികവും ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ടുള്ള ജോലികളായിരിക്കും ചെയ്യാം. അധികം പഠിക്കാത്ത ജോലികൾ അധികവും നമ്മുടെ ശാരീരിക ക്ഷമത ഉപയോഗിച്ചിട്ടുള്ള ജോലികളായിരിക്കും ചെയ്യാം. ആലോചിച്ചിട്ടുണ്ടോ? 2 തരത്തിലുള്ള ജോലിയാണ് മനുഷ്യൻ ചെയ്യുക. ഒന്ന് നമ്മളുടെ ശാരീരിക ക്ഷമത ഉപയോഗിച്ചിട്ടുള്ള ജോലികൾ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേസൺറി വർക്കോ അല്ലെങ്കിൽ എന്ത് രീതിയിൽ ചിന്തിക്കുക, ഡ്രൈവർ പണിയാണെങ്കിൽ എല്ലാം നമ്മുടെ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ. ഈ സാധനത്തിൽ ഒരുപാട് പഠിക്കൊന്നും വേണ്ട, കാരണം ഇതിൽ ബുദ്ധിശക്തിയല്ല, മെയിൻലി നമ്മുടെ ശരീരത്തിൻ്റെ എബിലിറ്റിയാണ്. ഒരു വസ്തുവിനെ പൊക്കാൻ, ഒരു വസ്തുവിനെ നീക്കാനൊക്കെ ഉള്ള നമ്മുടെ ശക്തി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ 10ാം ക്ലാസ്സും +2 കഴിഞ്ഞൊരു കുട്ടി ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടോ നോക്കുന്നത് അത്തരത്തിലുള്ള ജോലി ചെയ്യാനായിരിക്കില്ല. പകരം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബുദ്ധിക്ക് ഒരു ട്രെയിനിങ് കിട്ടണം, നിങ്ങളൊരു സ്കില്ല് പഠിക്കണം, ഒരു മേഖല തിരഞ്ഞെടുക്കണം, ആ മേഖലയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയണം. അപ്പം നമ്മൾ നോക്കുന്നത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളാണ്. ഇപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളിൽ യന്ത്രങ്ങൾ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നില്ലേ? യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ കാണിച്ചു തരുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഇരുന്ന് കാണുന്നത്? യൂട്യൂബും അതേ അവസ്ഥ തന്നെയല്ലേ? മുതിർന്ന ആൾക്കാരൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്നതാണ്. കുട്ടികളായിരിക്കും അധികം ഇൻസ്റ്റഗ്രാമിൻ്റെ ആൾക്കാർ, രക്ഷിതാക്കൾ യൂട്യൂബിൻ്റെ ആൾക്കാരായിരിക്കും. യൂട്യൂബൊക്കെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വീഡിയോകളുടെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്? എല്ലാ വീഡിയോ നിങ്ങളെ മുൻപിൽ കാണിച്ചു തരുന്നുണ്ടോ? യൂട്യൂബിലുള്ള സകല വീഡിയോയും നിങ്ങളെ മുൻപിൽ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പകരം എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോകൾ നിങ്ങളെ മുൻപിലേക്ക് എത്തുന്നത് അല്ലേ? അതെങ്ങനെയാ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിന് ഒരുപാട് ഡാറ്റകൾ ആവശ്യമാണ്. അതായത് നിങ്ങൾ ഇതിനു മുൻപ് നിങ്ങളെ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഡാറ്റയിൽ നിന്നും നിങ്ങളുടെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അതുപോലെ നിങ്ങൾ യൂട്യൂബ് എപ്പോഴെങ്കിലും ഇതിനു മുൻപ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള കണ്ടന്റ് കാണുമ്പോഴാണ് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഏത് വീഡിയോ ആണ് കൂടുതൽ സമയം കാണുന്നത്, ഇതൊക്കെ യൂട്യൂബ് വിശകലനം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് എന്ന് തീരുമാനിക്കും. ആ പരിപാടിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതായത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ കാണാം. എന്തിനാ യൂട്യൂബ് ഇങ്ങനെ ചെയ്തു തരുന്നത്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ? യൂട്യൂബിൻ്റെ ബിസിനസ് എന്താ? വെറുതെ ആലോചിച്ച് നോക്കി, എന്താ യൂട്യൂബിൻ്റെ ബിസിനസ്? പരസ്യം കാണിക്കുന്നതാണ് ബിസിനസ്. വെറുതെ പരസ്യം മാത്രം കാണിച്ചാൽ നിങ്ങൾ യൂട്യൂബ് കാണുമോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോൻ്റെ മുന്നേ പരസ്യം കാണിച്ചാൽ ആ പരസ്യം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യൂട്യൂബ് കൂടുതൽ സമയം ഉപയോഗിക്കണം. കൂടുതൽ സമയം നിങ്ങൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ കാണിച്ചു തന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോ കാണിച്ചു തരണം. വീണ്ടും വീണ്ടും നിങ്ങൾ എത്രയാണ് സമയം എന്നറിയാനേ പാടില്ല, വെറുതെ ഇരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം ആ പരിപാടി നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ നന്നായിട്ട് അറിയണം. അപ്പോൾ ഒരാൾക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ ഇങ്ങനെ ഇയാൾക്കിത് ഇഷ്ടപ്പെടും ഇയാൾക്കിത് ഇഷ്ടപ്പെടും എന്ന് തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. പകരം ഇതിൻ്റെ പിറകിൽ ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇതിനു മുൻപ് ഇൻ്ററാക്ട് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോകളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വ്യക്തിഗതമായിട്ടുള്ള വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യണം.
അതുകൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണെടുക്കാൻ പറ്റാത്തത്, കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ കാരണം കൊണ്ടാണ്. അതായത് നിങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിന് അറിയാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുക എന്നുള്ളത് നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിന് അറിയാം. ഇതൊക്കെ ചെയ്യുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ കാണിച്ചു തരുന്നതിൽ ഇത്രയും ടെക്നോളജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന എല്ലാ ജോലിയിലും ഇതേ സാങ്കേതിക വിദ്യയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ മനുഷ്യന്മാരെങ്ങനെയാണോ ബുദ്ധിപരമായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, അതിന് ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് AI. ഇനി ഇതിനെ വലിയ രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ കാൽക്കുലേറ്ററൊക്കെ AI ആണ്, വളരെ ലളിതമായിട്ട്. കാരണം ഒരു കാലത്ത് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരു യന്ത്രം ചെയ്യുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് AI ആണ്. പക്ഷേ കാലം പുരോഗമിച്ചു, സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചു. ഇന്ന് സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ വന്നുകൊണ്ടിരിക്കുക, അതും AI ആണ്. സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ, ടെസ്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാർ കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൾറെഡി നമ്മളെ നാട്ടിൽ ഇറങ്ങുന്ന ഇപ്പോൾ വലിയ വില കൂടിയ വാഹനങ്ങളില്ലേ, പ്രീമിയം വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അഡാസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അഡാസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അസിസ്റ്റീവ് ഡ്രൈവിംഗ് ആണ് ബേസിക്കലി. അതായത് ഡ്രൈവറിന് ചില ഡിസിഷൻസ് ഒക്കെ കാറ് തന്നെ എന്ത് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. അതായത് കാർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈന് മാറണം എന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു വണ്ടി മുന്നിലുണ്ടാകുമ്പോൾ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് അതിൻ്റെ ഏർലി സ്റ്റേജാണ്. ഏർലി സ്റ്റേജിൽ എങ്ങനെയാണ്, ഡ്രൈവറെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ്. അപ്പോൾ ടെസ്ല ഇപ്പോൾ എന്താ ചെയ്തത്, കുറച്ചും കൂടെ മുന്നോട്ട് പോയി ഡ്രൈവർ വേണ്ടാത്ത ടെക്നോളജിയാണ്. അവരിനി 2025 കഴിയുമ്പോഴേക്കും സ്റ്റെയറിംഗ് വീൽ ഇല്ലാത്ത വണ്ടി അത്ര ഇറക്കുക, ഡ്രൈവർ വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അധിക കുട്ടികളോടും രക്ഷിതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, പഠിക്കണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പറയുന്നത് എന്നാൽ എനിക്ക് വല്ല കൂലിപ്പണിക്കും പോകാം, അല്ലെങ്കിൽ ഡ്രൈവർ ആകാൻ പോവാം, എന്നെ ഗൾഫിക്ക് കയറ്റി അയക്കാമെന്നൊക്കെ പറയും. ഇന്ന് ലോകത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെ ആദ്യം സ്വീകരിക്കുന്ന നാടാണ് ഈ ദുബായ് പോലെയുള്ള നാടുകളൊക്കെ, ദുബായും സൗദിയൊക്കെ. അതായത് ആ ജോലികൾ ഇനി ഇല്ല. ഇനി എന്തെങ്കിലും ടൈപ്പ് ജോലികൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് കിട്ടുന്ന ജോലികളായിരിക്കും. അപ്പോൾ അത്തരം ഒരു ലോകത്തിൽ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ലോകത്തുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കരിയറും മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാകുള്ളൂ. നേരത്തെ അറിയാന്നുള്ളതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നാട്ടിലുള്ള എല്ലാവരും ഇത് ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് കുറച്ച് ആൾക്കാർക്ക് അതിൻ്റെ അവസരങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടി ഞാനിങ്ങനെ, ഇതിൻ്റെ പേര് മെറ്റ റെയ്ബാൻ AI ഗ്ലാസ് എന്നുള്ളതാണ്. ഇറക്കുന്ന കമ്പനി റെയ്ബാൻ ആണ്. മെറ്റയും കൂടെ ചേർന്ന് ഇറക്കുന്ന കണ്ണടയാണ്. ഇതിൻ്റെ സൈഡിലൊരു ക്യാമറയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്കിടയിലുള്ള വ്യത്യാസം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ മനുഷ്യനിടയിലുള്ള പ്രധാന വ്യത്യാസം എന്താ? ഓരോ വ്യക്തികൾക്കിടയിലുള്ള പ്രധാന വ്യത്യാസം എന്താ? ഓരോ വ്യക്തിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കാഴ്ചകൾ കാണുക. അപ്പോൾ ഞാനും നിങ്ങളും ഒരേ കാഴ്ച കണ്ടാലും ആ കാഴ്ചയിൽ നിന്നും നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരേ വിവരമല്ല കിട്ടുക. നമ്മൾ കാണുന്ന കാഴ്ച അനുസരിച്ച്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച്, നമ്മുടെ അനുഭവങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഇൻസൈറ്റുകൾ എടുക്കും. ഈ കന്നഡയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഹേയ് മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നഡ ഓണാകും. എനിക്ക് ഇത് വെച്ച് കഴിഞ്ഞാലേ ഓണാകുള്ളൂ. എന്നിട്ട് ഇതിന് ഈ ബേസിക്കലി ഇതിനൊരു ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ക്യാമറയാണ് ഇതിൻ്റെ കണ്ണ്. എന്നിട്ട് ഇതിനോട് പറയാണ് ഹേയ് മെറ്റ, എൻ്റെ മുൻപിലിരിക്കുന്ന കാര്യങ്ങൾ എന്താ, എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കന്നഡ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇനി ഹേയ് മെറ്റ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിലിരിക്കുന്നതൊക്കെ വീഡിയോ എടുക്കും. എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, എനിക്ക് വീഡിയോ കേൾക്കാം, കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്തരം ടൂളുകൾ ലോകത്ത് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുക. ദോസ് ഹു ക്യാൻ അഫോർഡ്, ഇത് വാങ്ങാൻ കഴിയുന്ന ഒരാൾക്ക്, ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾക്ക്, ഈ വിവരമുള്ള ഒരാൾക്ക് മറ്റുള്ളവരുടെ മുകളിൽ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞല്ലോ, ചുറ്റും കാണുന്ന എല്ലാ കാഴ്ചകളിലും അവസരമുണ്ട്. പക്ഷെ ജനറലി നമ്മൾ മനുഷ്യൻ്റെ ഒരു സാധനം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യകാലങ്ങളിൽ കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന കാലത്തെ എപ്പോഴും നമ്മൾ വന്യമൃഗങ്ങൾ വേട്ടയാടും. അപ്പോൾ ഉറങ്ങുമ്പോൾ പോലും നമുക്കൊരു കണ്ണ് ഓപ്പൺ ആയിട്ടിരിക്കണം എന്നാണ് പറയാം. എന്താ വെച്ചാൽ ഒരു ഡേഞ്ചർ പെർസെപ്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ മൃഗങ്ങൾ നമ്മൾ അടിച്ചുകൊണ്ട് പോകും. ഈ സ്വഭാവം നമ്മൾ കാട്ടുന്ന ജീവിതം മാറി നാട്ടിലേക്ക് മാറി, സ്റ്റിൽ ആ പേടി മനുഷ്യൻ ഇപ്പോഴും ഫുള്ളായിട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് കാണുമ്പോഴും നമ്മൾ അതിനെ പേടിയോട് കൂടിയാണ് ആദ്യം കാണുക.
നമുക്കറിയാത്ത എല്ലാ കാര്യത്തിനെയും നമുക്ക് സംശയമായിരിക്കും. അപ്പോൾ AI എന്ന് കേൾക്കുമ്പോൾ നമ്മളെ വിഴുങ്ങാൻ വരുന്ന എന്തോ എന്നുള്ളതാണ് ജനറലി ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുക. അപ്പം നമ്മളെ കൊല്ലാൻ വരുന്ന റോബോട്ടാണ് AI എന്നുള്ളതായിരിക്കും ആ ആൾക്കാർ ചിന്തിക്കുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ ഈ സിനിമയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഫക്റ്റാണ്. റോബോട്ട് മൂവിയൊക്കെ ഉണ്ടല്ലോ, എന്തിരൻ. ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് റോബോട്ട് വന്ന് പ്രേമിക്കും, അപ്പോൾ മനുഷ്യന് ഗ്യാപ്പ് ഉണ്ടാവില്ല. റോബോട്ട് നമ്മൾ അവസാനിപ്പിക്കും, അപ്പോൾ മനുഷ്യന് ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ്. പക്ഷേ റിയൽ ഡേഞ്ചർ ഇതൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കുന്നത് ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അത്തരം ജോലികളിൽ പല ഭാഗങ്ങളും AIക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാലം, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പെടുത്തേണ്ടത്. അല്ലാതെ നമ്മളെ നാളെ വന്ന് കൊല്ലോ, അല്ലെങ്കിൽ AIക്ക് ബുദ്ധി വെച്ചിട്ട് AI എന്താ പറയുക, കോൺഷ്യസ്നെസ് എന്ന് പറയില്ലേ, AIക്ക് വകതിരിവ് വെച്ചിട്ട് AI പ്രേമിക്കാൻ തുടങ്ങുമോ, ഇതല്ല നമ്മളെ ആക്ച്വൽ പ്രശ്നം. ആക്ച്വൽ പ്രശ്നം എന്താ വെച്ചാൽ ഇനി അതുമല്ല. ആക്ച്വൽ പ്രശ്നം എന്താ വെച്ചാൽ എന്നെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്തരം സാങ്കേതിക വിദ്യകളെ നേരത്തെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ബാക്കിയുള്ളവരുടെ മുകളിൽ വ്യക്തമായിട്ടുള്ള ആധിപത്യം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ലോകത്തെ എങ്ങനെ നേരിടുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർക്കിടയിൽ വേർതിരിവുണ്ടാക്കുക. ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഗ്യാപ്പ് പറയില്ലേ, നമുക്ക് ജനറലി ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട്, എൻ്റെ അടുത്ത് അത്ര ഇല്ല. ഇതാണ് ആൾക്കാരെ ഒരു ചിന്ത ഉണ്ടാവുക. അല്ല, ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ളത് എല്ലാ കാര്യത്തിലും ഉണ്ട്, അറിവിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ലോകത്ത് നടക്കുന്ന സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ച് അറിയാതെ നിങ്ങൾ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ ഫാക്റ്റാണ്. ഇത്തരം സാങ്കേതിക വിദ്യകൾ നമ്മൾ ജോലിയെയും നമ്മളെ ജീവിതത്തെയും നമ്മുടെ കരിയറിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഈ മേഖലയെക്കുറിച്ചാണ് നമ്മുടെ ഇൻ്ററാക്ഷൻ മുൻപോട്ട് പോകേണ്ടത്. ഒരു ആമുഖമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ കാണാം. ഞാൻ യൂട്യൂബിൽ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയാറില്ല. റീസൺ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളി. എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് നല്ല സാധനം എന്നുള്ള ബോധം എനിക്കുണ്ട്. എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും കാണണ്ട. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ഞാൻ നമ്മളെ ഓഫീസിലെ സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയും, ആ ഉമ്മറിനൊന്ന് കിട്ടുമോ എന്ന് ചോദിക്കാം. എന്തിനാ? അല്ല, ഞാൻ അയാളെ വീഡിയോ കാണലുണ്ട്, മൂപ്പര് എനിക്കെന്തോ ഉപകാരം ചെയ്തെന്ന മാതിരിയാണ് വിളിച്ചിട്ടാ ചോദിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ വഴി ഈ ടെക്നോളജികളെ കുറിച്ചൊക്കെ സംവദിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത്തരം അറിവുകളൊക്കെ ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ നമ്മളെ നാട് മുന്നേറി വരണം, ഏതെങ്കിലും ഒരാൾക്ക് ഇത് ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ആ മേഖലയിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുക, അത് നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷനിലാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം നിർമ്മിത ബുദ്ധിയാവുന്ന സമയത്ത് ഏത് ഫീൽഡിലേക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് എങ്ങനെയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുക? കാരണം ചെറിയൊരു വർക്ക് നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ ടൈം കൺസ്യൂമിങ് കൂടുതലാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയായിരിക്കും? പിന്നെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എങ്ങനെയാണ് ക്ലബ് ചെയ്യാൻ പറ്റുക? ശരി, താങ്ക് യു. ടീച്ചർ ഇപ്പോൾ പറഞ്ഞത് നല്ലൊരു ഭാഗമാണ്. അതായത് ഏത് മേഖലയാണെങ്കിലും അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. ഇപ്പോൾ ജനറലി എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചവരെ മാത്രമാണ് ഇത് ബാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെയല്ല. എല്ലാ സബ്ജക്റ്റിലും, അതിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിവിലോ മെക്കോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഈ മേഖലയിലൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇനി ഇമ്പാക്റ്റ് എങ്ങനെയെന്നുള്ളതിലേക്ക് വരാം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെയാണ്, യന്ത്രങ്ങൾ കീഴടക്കുന്നതിനെയാണ് നമ്മൾ AI എന്ന് പറയാം. ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു റെവല്യൂഷൻ എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ദീപക് സർ പറഞ്ഞു, ഞാനൊരു 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ലോകത്ത് നടക്കുന്ന ആ വിപ്ലവത്തിന് ബേസിക്കലി 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലോകം ഇപ്പോൾ ഒരു 4ാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് പറയേണ്ടത്. 1ാം വ്യവസായ വിപ്ലവം നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 1ാം വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ലോകത്ത് തുടങ്ങിയ ഒരു വ്യവസായ വിപ്ലവം. ബ്രിട്ടീഷുകാർ 1600 ജഹാംഗീറിൻ്റെ കാലത്തെങ്ങാണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 1608 ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ കീഴടക്കണം എന്നുള്ളൊരു അജണ്ടയിലേക്ക് അവർ വരുന്നതിൻ്റെ പിറകിൽ
ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വലിയ പങ്കുണ്ടത്രേ. അതായത് യൂറോപ്പിൽ 18-ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നത്. വ്യവസായ വിപ്ലവം, ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ തുടങ്ങിയിട്ടുള്ള വ്യവസായ വിപ്ലവം. ഇത് യൂറോപ്പിൽ സംഭവിച്ചതിനൊരു കാരണമുണ്ട്. യൂറോപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വാസ്കോഡഗാമ നമ്മുടെ നാട്ടിലേക്ക് വന്നതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? എനിക്ക് തോന്നുന്നത് എക്സാക്ട് ഡേറ്റ് ആണോ അറിയില്ല, 1498 എങ്ങാണ്ടാണ് അദ്ദേഹം വന്നത്, ഏതാണ്ട് 500 കൊല്ലം മുൻപൊക്കെ. അതായത് ലോകത്ത് ഈ കപ്പൽ ഗതാഗത മേഖലയിൽ റാഡിക്കലായിട്ടുള്ള ഇന്നോവേഷൻസ് ഒക്കെ വന്ന് വലിയ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലുകളൊക്കെ യാഥാർത്ഥ്യമായപ്പോഴാണ് ദീർഘദൂര കപ്പൽ യാത്രകളൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങാതി നമ്മളെ നാട്ടിലെല്ലാം വരുന്നത്, ഈ വാസ്കോഡഗാമ ഇന്ത്യയിലേക്കൊക്കെ എത്തുന്നത്. ഇത് യൂറോപ്പിൽ വലിയ തോതിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിന് കാരണമായി എന്ന് പറയുന്നുണ്ട്. അതായത് ട്രേഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ അവരായിരുന്നു, അതും കപ്പൽ വഴിയുള്ള ട്രേഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇപ്പോൾ യൂറോപ്പിൽ സമ്പത്ത് കൂടിയപ്പോൾ സാധാരണ നിലയിലുള്ള പണി ചെയ്യാനൊന്നും യൂറോപ്പിൽ ആളെ കിട്ടാണ്ടായി. ഒരു ജനറലി നമ്മളെന്താ പറയുക, ഹ്യൂമൻ ലേബർ ആവശ്യമുള്ള ജോലികളൊന്നും ചെയ്യാൻ ആളെ കിട്ടാണ്ടായി. കാരണം വരുമാനമുണ്ട്, നമ്മൾ ഹ്യൂമൻ ലേബർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ അവിടെ അടിമത്തമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പരിധി വരെയൊക്കെ അടിമത്തവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ലേവ് ട്രേഡും മറ്റുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിനെ മോശമായിട്ട് കാണുന്ന ഒരാൾക്കാരുണ്ട്. അതേസമയം ഒരു എന്താ പറയുക, ട്രേഡ് വഴി ലഭിച്ചുകൊണ്ടിരുന്നിരുന്ന വലിയൊരു മൂലധനം അവർ ശാസ്ത്ര പുരോഗതിയിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് ഗവേഷകരും മറ്റുമൊക്കെ ഉണ്ടായി. ഇതാണ് ഈ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വിത്ത് പാകിയത്. ഇപ്പോൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ചപ്പോൾ യൂറോപ്പിൽ ഇൻഡസ്ട്രികൾ വന്നില്ലേ, ഫാക്ടറികൾ വന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും മറ്റുമൊക്കെ ഇത് ഉപയോഗിച്ചു. ട്രെയിൻ ഗതാഗതത്തിൽ ഇതേ ടെക്നോളജി ഉപയോഗിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ മെഷീൻ മെയ്ഡ് ഗുഡ്സ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഈ മെഷീൻ മെയ്ഡ് ഗുഡ്സിന് അപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലെ ഉൽപ്പന്നങ്ങളെക്കാൾ അപ്പോഴും ചീപ്പറായിരുന്നു, വില കുറവായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഇന്ത്യയിൽ വളരെ ചീപ്പായിട്ടുള്ള ഹ്യൂമൻ ലേബർ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ആദ്യകാല ടെക്നോളജികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെക്നോളജികളായിരിക്കും, അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ടെക്നോളജികളാണ്. അപ്പോൾ അന്ന് മെഷീനിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും ചിലവേറിയതായിരുന്നു ഇന്ത്യയിൽ. കാരണം എന്താ വെച്ചാൽ ഇവിടെ സാലറി വളരെ കുറവാണ്, തുച്ഛമായ വേതനത്തിൽ പണിയെടുക്കാൻ ആൾക്കാരുണ്ട്. യൂറോപ്പിൽ അങ്ങനെയല്ല, യൂറോപ്പിൽ നല്ല വേതനം കൊടുക്കണം. അപ്പോൾ യൂറോപ്പിൽ അത് ലാഭകരമാണ്, ഇന്ത്യയിൽ അതായിരുന്നില്ല. അപ്പോൾ യൂറോപ്യന്മാർ വന്നത് അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യത്തിന്, റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യത്തിനാണ് അവർ ഇന്ത്യയിൽ ആദ്യം വന്നത്. പിന്നീട് അവർക്ക് ഇന്ത്യ ഒരു മാർക്കറ്റാക്കി മാറ്റണം. ഇന്ത്യ ഒരു മാർക്കറ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ബേസ് നശിപ്പിക്കണം. അല്ലാതെ 250 കൊല്ലം മുൻപ് ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നായിരുന്നു ഈ ഇന്ത്യ എന്ന് പറയുന്ന റീജിയൻ. അതൊരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ല, 10-600 നാട്ടുരാജ്യങ്ങളാണ്. അപ്പോൾ ഈ റീജിയൻ ഭയങ്കര സമ്പന്നതയിലുള്ള ഒരു നാടാണ്, അല്ലാതെ ഇന്നത്തെ പോലെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് അല്ല, നല്ല എന്താ പറയുക ഉൽപ്പാദനം മറ്റുമൊക്കെ ഉണ്ടായിരുന്ന നാടാണ്. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രികൾ തകർക്കണം. അപ്പോൾ അത് ഇവിടെ ഭരണമുണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ യൂറോപ്പിൻ്റെ കോളനി ആയതും മറ്റുമൊക്കെ. അതിനെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ വായിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് 10-250 കൊല്ലമായിട്ടുള്ളൂ ലോകത്ത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നിട്ട്. പിന്നീട് വൈദ്യുതിയുടെ കണ്ടുപിടുത്തമാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈദ്യുതി ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. അത് ഏത് മേഖലയിലാണോ ഉപയോഗിക്കുന്നത് ആ മേഖലയുടെ സ്വഭാവമാണ് ഉണ്ടാകുക. ഇപ്പോൾ അത് മൈക്കിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉയർന്ന ശബ്ദം എന്നുള്ള രീതിയിൽ അത് അറിയുന്നത്. LCD വാളിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് ആ രീതിയിൽ അറിയുന്നത്. ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന മേഖലയുടെ സ്വഭാവമാണ്. അപ്പോൾ അതെല്ലാ ഇൻഡസ്ട്രിയിലും വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് വന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? നമുക്ക് അറിവ് യഥാസമയം അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നേരം തന്നെ ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനും അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കും അത് യഥാസമയം അതിന്ന് ആക്സസ് ചെയ്യാനും കഴിയുന്നൊരു സാഹചര്യം വന്നു. ഇത് അറിവ് കൈകാര്യം ചെയ്യുന്ന വിതരണം ചെയ്യുന്നതിൻ്റെ വേഗത കൂട്ടി. അതാണ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് നയിച്ചത്. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റൊബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ, 3D പ്രിൻറ്റിങ്, വിർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്ന സാങ്കേതിക വിദ്യകൾ.
ഒരു വീട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ പണ്ട് നമുക്കറിയാം പണിക്ക് ആൾ വേണം എന്നുള്ളതൊക്കെ. ഇപ്പം അതൊന്നും വേണ്ട, നമ്മൾ പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്ന പോലെ വീട് പ്രിന്റ് ചെയ്യാം. ഒരു വീടിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രിന്റ് എന്ന് കൊടുത്താൽ ആ വീട് അടുത്ത 24 മണിക്കൂറിൽ പ്രിന്റ് ചെയ്യും. മുന്നേ ഇത് പുറം ലോകത്തൊക്കെ ഉള്ള ടെക്നോളജി എന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ബാംഗ്ലൂർ ഇപ്പോൾ അതുപോലെ നിർമ്മിച്ചു. ഈവൻ വയനാട് ഒരു വീട് 3D പ്രിന്റിങ് വഴി നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അത്തരം മേഖലകളിലുള്ള ജോലികൾ അധികം വൈകാതെ തന്നെ ആ മേഖലകളിലൊക്കെ ജോബ് നഷ്ടം ഉണ്ടാകും. ഇത് 3D പ്രിന്റിംഗ് എന്നാണ് ഈ ടെക്നോളജിയുടെ പേര്. അതുപോലെ മനുഷ്യൻ ചെയ്തിരുന്ന പല ജോലികളെയും റോബോട്ടിക്സ് വഴി ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, പല ടൈപ്പ് വീഡിയോകൾ വരലുണ്ട്. ഇപ്പോൾ പെട്രോൾ പമ്പിൽ നമ്മളൊരാൾ നിന്ന് അടിച്ചു കൊടുക്കുന്നതാണല്ലോ നമുക്ക് ശീലമുള്ള കാര്യം. ഇപ്പോൾ ദുബായിൽ ഒരു പെട്രോൾ പമ്പിൽ റോബോട്ടിക് കൈ വന്നിട്ട് വണ്ടി ചെന്ന് നിർത്തിയാൽ മതി, ആ കൈ വന്നിട്ട് മുട്ടിയിട്ട് മറ്റേ അത് തുറക്കും, മറ്റേ എന്താ പറയുക എണ്ണ നിറക്കാനുള്ള സാധനം തുറക്കും, അതിൻ്റെ അകത്തുനിന്ന് ഉള്ളത്തെ തിരിച്ചെടുക്കും, എന്നിട്ട് എണ്ണ അടിച്ച് അത് തിരിച്ചതുപോലെ തന്നെ വെക്കുന്ന റോബോട്ടുകളെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം. അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അല്ല, യൂട്യൂബിൽ നിങ്ങൾ സിനിമാ വീഡിയോ മാത്രമേ കാണുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും കാണില്ല. ഇതൊക്കെ നിങ്ങൾ നോക്കുന്ന പോലെയാണ് നിങ്ങൾ കാണാം. നമ്മൾ എത്രമാത്രം കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാട്ടോ അതിലൊക്കെ പ്രധാനം. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ലോകത്ത് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ്. ഇത്രയും കാലം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് മെഷീനറീസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അങ്ങനെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്കറിയാം. പക്ഷെ ഇന്ന് ലോകത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ബുദ്ധി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ബുദ്ധി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളെ നാട്ടിൽ അത്യാവശ്യം നിലയും വിലയുള്ള ഒരു ജോലിയാണ് ഡോക്ടർ എന്ന് പറയുന്ന ജോലി അല്ലേ? ഡോക്ടർ എന്നുള്ള ജോലി ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഒരു ഡോക്ടർ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോക്ടർ പഠിച്ച അറിവുണ്ടാകും, ഡോക്ടർ അനുഭവത്തിലൂടെ നേടിയ അറിവുണ്ടാകും. അപ്പോൾ ഒരു രോഗി വന്നിട്ട് അയാളുടെ രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ ഡോക്ടർ അയാളുടെ അറിവിലേക്ക് കണക്ട് ചെയ്യാണ്. എന്നിട്ട് ഇന്ന സാധനങ്ങളൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഇന്ന രോഗമായിരിക്കും എന്നുള്ളൊരു അസംഷൻ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു പുതിയ ഡോക്ടർ എടുത്തൊന്നും പോകില്ല, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ എടുത്താൽ പോവുക. എന്താണെന്ന് വെച്ചാൽ അയാൾ അത്രയും പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾക്ക് അത്രയും അനുഭവം ഉണ്ടാകും. അപ്പോൾ അയാൾ രോഗം നിർണ്ണയിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതല്ലേ നമ്മൾ വിചാരിക്കുക. ഒരു മനുഷ്യൻ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അയാളൊരു 50 വയസ്സ് ഡോക്ടർ, അത്ര പ്രായമുള്ള ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അയാൾ എത്ര രോഗികളെ കണ്ടിട്ടുണ്ടാവും ആലോചിക്കുക. അയാളൊരു 50,000 രോഗികളെ കണ്ടിട്ടുണ്ടാവും ആലോചിക്കുക. ജസ്റ്റ് ഇമാജിൻ, വെറുതെ നിങ്ങൾ ഇമാജിനേഷന് വേണ്ടി പറയാം. 50,000 രോഗികളെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തിരക്കിടില്ലാത്ത ഒരു എക്സ്പേർട്ട് ഡോക്ടറാണ് മൂപ്പര്. പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ 50,000-മോ ലക്ഷമോ അല്ലെങ്കിൽ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ഹെൽത്ത് റെക്കോർഡുകൾ, ഇത് ഹെൽത്ത് റെക്കോർഡ് എന്നാണല്ലോ നമ്മളിത് പഠിക്കുക. ഈ ഹെൽത്ത് റെക്കോർഡുകളെല്ലാം നിമിഷ നേരം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പഠിക്കാൻ സാധിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു രോഗിയിലുള്ള എന്താ പറയുക രോഗലക്ഷണങ്ങളല്ല, ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രോഗികളുടെ രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. അപ്പോൾ എന്താ AI-യിൽ സംഭവിക്കുന്നത്? ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഒരു ഡോക്ടർ ചെയ്യുന്ന രോഗനിർണയം എന്നുള്ള പരിപാടി വളരെ സിമ്പിളായിട്ട് AI-ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെന്താ വേണ്ടത്? ഒന്ന്, ഇത്രയും രോഗികളുടെ മെഡിക്കൽ ഡാറ്റ വേണം. 2, ഇതിങ്ങനെ വന്നാൽ ഇങ്ങനെയായിരിക്കുമെന്ന് AI-യെ പഠിപ്പിക്കാൻ കഴിയുന്ന അൽഗോരിതങ്ങൾ വേണം. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു AI ക്യാമറ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ നാട്ടിൽ എന്താ പറയുക ട്രാഫിക് ഫൈന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള AI ക്യാമറ വന്നതിന് ശേഷം എല്ലാവർക്കും AI ക്യാമറ എന്നുള്ള വാക്കെങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷേ സിമ്പിളായിട്ട് പറയാം, ഒരു ക്യാമറയെ നമ്മൾ വേണ്ട ഒരു ചിത്രത്തിൽ ഒരു പൂച്ചനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു AI ഉണ്ടാക്കിയത് വെക്കുക. പൂച്ചയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു AI സിമ്പിളാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എന്താ ചെയ്യാന്നറിയോ? പൂച്ച എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒരുപാട് റൂൾ എഴുതാം. അതായത് ഇങ്ങനെയുള്ള രൂപങ്ങളുള്ള ആ സംഭവമാണെന്നുണ്ടെങ്കിൽ അത് പൂച്ചയായിരിക്കുമെന്ന് 1000കണക്കിന് റൂൾ എഴുതാം. എന്നിട്ട് അത് പൂച്ചയാണെന്ന് പറയാം. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ റൂൾസിൽ പെടാത്ത ഒരു പൂച്ച, ഇപ്പോൾ പൂച്ചകളിൽ തന്നെ പല വെറൈറ്റി പൂച്ചകളുണ്ടല്ലോ.
അപ്പോൾ റൂൾസിൽ പെടാത്ത ഒരു പൂച്ച നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം പറയും അത് പൂച്ചയല്ല. അപ്പോൾ ഒരു കുഴപ്പം, പൂച്ചകളിൽ എത്ര വെറൈറ്റി ഉണ്ടോ അത്രയും റൂൾസ് എഴുതുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഇപ്പോൾ പുതിയ അപ്രോച്ച് എന്താണെന്നറിയോ? നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞല്ലോ. മെഷീൻ ലേണിംഗ് എന്നുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. ഈ അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റൂൾസ് എഴുതുന്നതിന് പകരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൂച്ചയുടെ ചിത്രങ്ങൾ കമ്പ്യൂട്ടറിന് അങ്ങോട്ട് കൊടുക്കും. ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സിസ്റ്റംസ് ഉണ്ട്. അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പഠിക്കുകയാണ് എന്ത്, ആ ചിത്രങ്ങളെ കമ്പയർ ചെയ്തിട്ട് ഒരു പൂച്ച എന്താണ് എന്നുള്ള ഡെഫിനിഷൻ അത് സ്വയം ഉണ്ടാക്കുകയാണ്. അപ്പോൾ മുൻപ് പൂച്ച എന്താണ് എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ AI-ക്ക് റൂൾസ് കൊടുക്കണം. ഇത് വന്നാൽ ഇതായിരിക്കും, ഇത് വന്നാൽ ഇതായിരിക്കും എന്ന് പറയണം. ഇന്നതില്ല. ഇന്ന് എത്ര കോടിക്കണക്കിന് പൂച്ചയുടെ ചിത്രം അവൈലബിൾ ആണെങ്കിൽ ആ ചിത്രങ്ങൾ ഒന്നായിട്ട് അങ്ങോട്ട് കയറ്റി കൊടുത്താൽ പൂച്ച എന്താണ് എന്ന് AI സ്വയം പഠിച്ചോളൂ. ഇവിടെയാണ് ഡേഞ്ചർ. ഇവിടെയുള്ള ഡേഞ്ചർ എന്താ വെച്ചാൽ എത്ര കണ്ട് കൂടുതൽ ഡാറ്റ അവൈലബിൾ ആകുന്നോ അത്ര കണ്ട് അക്യുറേറ്റ് ആയിട്ട് അതിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് നീളത്തിൽ പറഞ്ഞത്. ബേസിക്കലി ആശയം എന്താണെന്ന് വെച്ചാൽ ഏത് മേഖലയിലും ഡാറ്റ അവൈലബിൾ ആകുന്ന മുറയ്ക്ക് ആ ജോലിയിൽ AI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും സിവിൽ എഞ്ചിനീയറിങ്ങിനകത്ത് ഒരു സിവിൽ എഞ്ചിനീയർ ഏതെല്ലാം തരത്തിലുള്ള റോളുകളാണ് ചെയ്യുക, നമ്മൾ റോളുകൾ എടുക്കാം. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്കിതിനെ ഒരു അസിസ്റ്റീവ് ടൂളായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇൻ്റലിജൻ്റ് ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ടൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു റൂമിൻ്റെ ചിത്രം കൊടുത്താൽ ആ റൂമിൽ എന്തെല്ലാം ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുമെന്ന് AI കാണിച്ചു തരുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഡയമെൻഷൻസ് കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ഇരുന്ന് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി അത് വരയ്ക്കുന്ന AI വന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നിർമ്മിക്കാൻ എത്ര ചെലവ് വരും എന്ന് അസസ് ചെയ്യുന്ന AI വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എവിടെയൊക്കെയാണോ ബുദ്ധി ഉപയോഗിക്കുന്നത് അതിലൊക്കെ AI ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ബുദ്ധി എവിടെയൊക്കെ ഉപയോഗിക്കുന്നോ അവിടെയൊക്കെ AI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് സിവിൽ എഞ്ചിനീയറിങ്ങിലും ഉപയോഗിക്കാൻ പറ്റും, ഈവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കാറിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഓട്ടോമൊബൈൽ ഡിസൈനിങ് ആ മേഖലയിലൊക്കെ കണ്ടിട്ടുണ്ട്. AI ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാറിന് ഇത്ര നീളം വേണം, ഇത്ര വീതി വേണം, ഇത്ര എയറോഡൈനാമിക് ആയിരിക്കണം എന്നുള്ള ബേസിക്കലി പ്രോംപ്റ്റ് എന്ന് പറയും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസൈനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ AI എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഒരു കരിയർ റിസ്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷേ ഒരു ഗുണമുണ്ട്. ഒരു ഗുണം എന്താണെന്നറിയോ? മിടുമിടുക്കന്മാർക്ക് ഭയങ്കര സ്കോപ്പാണ്. അതായത് ആവറേജ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് കരിയർ കണ്ടെത്താൻ പ്രയാസമായിരിക്കും, ഏത് മേഖല എടുത്താലും പ്രയാസമായിരിക്കും. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ അത്തരം സാങ്കേതിക വിദ്യകളോ കൈകാര്യം ചെയ്യാൻ അറിയുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ മേഖലയിലും നല്ല സ്കോപ്പ് ഉണ്ടാകും. മുന്നത്തെ പോലെ ഇപ്പോൾ നേരത്തെ ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു സാറ് സംസാരിക്കുന്ന കേട്ടു, 15,000 രൂപ 20,000 രൂപയൊക്കെ സാലറി പറയുന്നില്ലേ. AI ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ സാലറി കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു എബോവ് ആവറേജ് എബിലിറ്റി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് എഞ്ചിനീയർ ആവാനോ ആവറേജ് എന്താ പറയുക മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാനോ നല്ല ശ്രമിക്കേണ്ടത്. എല്ലാത്തിലും പുതിയ സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഏറ്റവും പുതിയ ട്രെൻഡുകളെ ഒബ്സർവ് ചെയ്തിട്ട് അത് നിങ്ങളുടെ മേഖലയിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം. നമ്മൾ AI-നെ കുറിച്ചുള്ള ന്യൂസ് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തുമ്പോഴേക്കും മനുഷ്യന് ആപത്താണ് എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അഥവാ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇതിൽ മനുഷ്യന് ആപത്താകുന്ന പോയിന്റ് എന്താ? ജസ്റ്റ് ജനറലി എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. AI എങ്ങനെയാണ് മനുഷ്യന് ആപത്താകുന്നത്? നമ്മൾ സിനിമ കണ്ട ഇൻഫ്ലുവൻസ് ആണെങ്കിൽ AI എന്നാണ് നമ്മളെ കൊല്ലാൻ വരിക എന്നുള്ളതായിരിക്കും ചിന്തിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, AI-ൻ്റെ ആക്ച്വൽ ആപത്ത് അതല്ല. നമ്മൾ ചെയ്യുന്ന ജോലികളെ AI ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതാണ് ആപത്ത്. അതിപ്പോൾ ടീച്ചർമാരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ AI ടീച്ചർ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് ജനറലി സ്പീക്കിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ കാരണം നമുക്കൊരു വരുമാനം ലഭിക്കുന്നുണ്ട്. ആ വരുമാനം
ഐക്ക് ബുദ്ധി വന്ന് AI മനുഷ്യനെ കൊല്ലാൻ തിരിയോ, അതല്ല പ്രശ്നം. AI കൊല്ലാൻ തിരിയണമെന്നില്ല. നമ്മളൊക്കെ ചെയ്യുന്ന ജോലികൾ AI ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യമാകേണ്ടുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരമുള്ള ഒരു സാധനമല്ല. കാരണം സാങ്കേതികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പല മേഖലകളിലും ഈ ടെക്നോളജി വൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ വേറെ തന്നെയുണ്ട്. പക്ഷേ ജനറലി സ്പീക്കിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ AIയും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കാലത്തിനൊത്ത് അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, പുതിയ മുന്നേറ്റങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ മുകളിൽ ഒരു മേൽക്കൈ ഉണ്ടാകും. അതാണ് ആക്ച്വലി വേണ്ടത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചാലും നിങ്ങൾ സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കരിയർ റിസ്ക് ഉണ്ടാവും. ഇതിൽ സ്വയം അപ്ഡേറ്റ് ചെയ്യാന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിങ്ങനെ ഞാൻ മുൻപൊരു വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ആൾക്കാർക്ക് ഡിസൈഡോഫോബിയ ആണെന്നാണ് പറയാം. ഡിസൈഡോഫോബിയ, അതായത് ഡിസിഷൻ എടുക്കാൻ പേടിയാണ്. ഡിസിഷൻ എടുക്കാനുള്ള പേടിയാണ് ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നല്ല കോളേജിൽ ചേർന്നു, അപ്പോൾ കരിയറിനെ പറ്റി ചിന്തിക്കേണ്ട, അത് കോളേജ് നോക്കിക്കോളും എന്നുള്ള ചിന്തയാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് കോളേജുകൾക്ക് നിങ്ങൾക്ക് നല്ല ഒരു പ്രതലം ഒരുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ പണിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അധ്യാപകരെ നല്ല രീതിയിൽ ഉപയോഗിക്കണം, നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. സ്വാഭാവികമായിട്ടും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മാറണം. അല്ലാതെ യൂണിവേഴ്സിറ്റി ഒരു സിലബസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചു പോകാം, അതിൽ നല്ല മാർക്ക് വാങ്ങാം, ഒരു കാര്യമില്ല. ഈ മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല ഒരു കമ്പനിയും ഇന്ന് ജോലിക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം. +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാർക്കിൻ്റെ പ്രാധാന്യം ഇതോടുകൂടി അവസാനിച്ചു. ഇനി നിങ്ങളെ സ്കില്ലിന് വലിയ റോളുണ്ട്. ഇപ്പോൾ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗമുണ്ട്. എന്ത്? മാർക്കറ്റിൽ ബേസിക്കലി മാർക്കറ്റബിൾ സ്കിൽസ് എന്ന് പറയാം. എല്ലാ സ്കില്ലും മാർക്കറ്റബിൾ സ്കിൽസ് അല്ല. ഇപ്പോൾ ചില കുട്ടികൾ പറയും, എന്താ എൻ്റെ സ്കില്ല് എന്ന് ചോദിക്കും. എനിക്കിങ്ങനെ നാവ് നീട്ടിയിട്ട് മൂക്കിൻ്റെ തുമ്പത്ത് തൊടാൻ പറ്റുമെന്ന്. സ്കില്ലാണത്രേ. വല്ല കാര്യമുണ്ട്? ആരെങ്കിലും പൈസ തരുമോ? ഇല്ല. അപ്പോൾ ആൾക്കാർ നമ്മളെ സ്കില്ലിന് പൈസ തരുന്ന സ്കിൽസിനെയാണ് ബേസിക്കലി മാർക്കറ്റബിൾ സ്കിൽസ് എന്ന് പറയാം. അതായത് നമ്മൾ ബാക്കിയുള്ളവരുടെ ജോലി ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് നമുക്ക് പണം കിട്ടുന്നു. ഇതിൽ അത്രേ ഉള്ളൂ, വേറെ ഒരുപാട് ലോജിക്കൊന്നുമില്ല. ഇപ്പോൾ ഒരു ജോലി എടുക്കുക എന്ന് പറയുന്നത് എന്തിനാ ജോലി കിട്ടുക? ജോലി കിട്ടുന്നത് നമ്മളൊരു ടാസ്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ബുദ്ധി ഉപയോഗിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നല്ല ജോലി ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് പൈസ തരും. അപ്പോൾ പൈസ തീരുമാനിക്കുന്നതിൻ്റെ പിറകിൽ വരെ നിങ്ങളെ ജോലിയുടെ ക്വാളിറ്റി വേണം. ഞാൻ പറയേണ്ടതുകൊണ്ടൊന്നും തോന്നരുത്. കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതി എന്നോട് ചോദിക്കുകയാണ്, ഞാൻ മിഞ്ഞാന്ന് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനാണ്, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും, അതുകൊണ്ട് പേര് പറയുന്നില്ല. പുള്ളി എന്നോട് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുക, പൊട്ടന്മാരെ വെച്ച് നടത്താൻ പറ്റിയ വലിയ ബിസിനസ്സും ഉണ്ടോ? എന്താ വെച്ചാൽ നാട്ടിൽ കിട്ടുന്ന ലേബറിൻ്റെ ക്വാളിറ്റി അതാണെന്ന് പറഞ്ഞത്. അത് ക്വാളിറ്റി ഉള്ള ഹ്യൂമൻ ലേബർ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ കാര്യമായ ബുദ്ധി വിവേകമൊന്നും ഇല്ലാത്ത ആൾക്കാരെ വെച്ച് റൺ ചെയ്യാൻ പറ്റിയ വലിയ ബിസിനസ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. നാട്ടിലെ സ്കിൽ മാർക്കറ്റിൻ്റെ പ്രശ്നമാണ് ഈ പറയുന്നത്. അതായത് സ്കിൽഡ് ലേബർ നാട്ടിലില്ല. നല്ല അത്യാവശ്യം വകതിരിവുള്ള ഒരാൾ, പുതിയ സാങ്കേതിക വിദ്യകളെ യഥാസമയം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളെ മാർക്കറ്റിൽ തപ്പിയാൽ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ അപ്പം തന്നെ വലിയ കമ്പനികൾ കൊത്തിക്കൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ ജനറലി ഒരു പെർസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നോളജി നമ്മളെ വന്ന് വിഴുങ്ങോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ കൂടെ മാറാത്ത ആൾക്കാരെ മാറുന്ന ആൾക്കാർ വിഴുങ്ങും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് അപ്ഡേറ്റ് ആകാത്ത ആൾക്കാരെ അപ്ഡേറ്റ് ആകുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ എന്താ പറയുക, ഒരു അതായത് ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട് ആൾക്കാരുടെ ഇടയിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ട്രെൻഡ് പറയാം. അതായത് ഡിഗ്രിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഡിപ്ലോമക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, സ്കില്ലുണ്ടായാൽ മതി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഓൻ്റെ കയ്യിൽ ഒരു കുന്തം ഉണ്ടാവില്ല. ഇനി സ്കില്ല് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് സ്കില്ലുണ്ടാവുക. അതായത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കില്ലുണ്ടാവില്ല. അപ്പോൾ അവൻ ഡിപ്ലോമക്കും ഡിഗ്രിക്കും പോയാലേ ഓന് കുറച്ചെങ്കിലും വകതിരിവുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് അപ്ലിക്കബിൾ അല്ല. അതായത് സ്കില്ലുണ്ടായാൽ കഴിച്ചിലാകുമെന്നുള്ളത്. ജനറലി സ്പീക്കിംഗ് നാട്ടിലെ ഒരു 10% ആൾക്കാർക്ക് പോലും മാർക്കറ്റബിൾ സ്കിൽസ് ഉണ്ടാവില്ല.
മാർക്കറ്റബിൾ സ്കിൽസ് ഇല്ലാത്ത ഒരാളെ ഒരു കമ്പനിയും ഹയർ ചെയ്യില്ല. കമ്പനി ഹയർ ചെയ്യുന്നത് കമ്പനിക്ക് ചെയ്യാനുള്ള ടാസ്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ആളെയാണ്. അപ്പോൾ കമ്പനിക്ക് ആ ടാസ്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനികൾ കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഈ സ്കില്ല് എങ്ങനെ ഉണ്ടാക്കുക? സിമ്പിളാണ്. ഇന്ന് നിങ്ങൾ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാ ടെക്നോളജിയും നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട്. ഇന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? അമേരിക്കയിൽ ഏറ്റവും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന അതേ ഇൻഫോർമേഷൻ നിങ്ങളുടെ വിരൽ തുമ്പിൽ നിങ്ങൾക്കും കിട്ടും. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളെ പ്രൈമറി മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ഏതാ, അതിൻ്റെ ഒരു 100 റീല്, അതിൻ്റെ ഒരു 100 വേരിയേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ബിഗ് ബോസിൽ ഇപ്പം എന്താ സംഭവിച്ചതെന്നുള്ള ഡിസ്കഷൻ. ഇതാണ് നിങ്ങളെ മൈൻഡിനെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുതിയ ട്രെൻഡ് മുതിർന്ന ആൾക്കാർക്കിടയിലാണ്. മറ്റേ കോഴിക്കോട് അനിൽ ബാലചന്ദ്രൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്താ അതിൽ ഗുണം? ആ ഡിസ്കഷൻ്റെ പാർട്ടായിട്ട് നിങ്ങളെ ബെനിഫിറ്റ് എന്താ? അപ്പോൾ ഈ വേർതിരിച്ചെടുക്കാൻ അറിയണം. നാട്ടിൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഇന്ന് ഒരുപാട് വിവരം എല്ലാവരുടെ കയ്യിലുണ്ട്. ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അറിവിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മാനസിക പക്വതയുണ്ടല്ലോ, ഇതാണ് ഇന്ന് സാധാരണക്കാർക്ക് ഇല്ലാത്തത്. അപ്പോൾ അതാണ് നിങ്ങളെ വ്യത്യസ്തമാക്കുക. ഇപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകളെ ആദ്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല കോമ്പറ്റേറ്റീവ് എഡ്ജ് ഉണ്ട്. എന്നാൽ ഈ അറിവൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിലൊക്കെ ഇൻ്റർനെറ്റ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തില്ല? നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റ് ഇല്ല. അപ്പോൾ AI മറ്റുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ അവസരങ്ങളെ തട്ടിയെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ പറയാം, ഇത്തരം സാങ്കേതിക വിദ്യകളെ കൈകാര്യം ചെയ്യുന്നവർ കൈകാര്യം ചെയ്യാത്ത ആൾക്കാരുടെ അവസരങ്ങളെ തട്ടിയെടുക്കാനുള്ള സാധ്യതയാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ChatGPT, AI ടൂൾസ്, AI ആപ്ലിക്കേഷൻ, അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞു തരുമോ? ഉപയോഗിച്ചിട്ടുണ്ടോ? ChatGPT ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ഫീച്ചറായിട്ട് തോന്നിയത്? നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ കൂടുതൽ കിട്ടാൻ സഹായിക്കുന്ന പോലെ തോന്നി. ഈ ChatGPT എത്ര പേര് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്? അവിടെ നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ 950 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 10 കൈയാണ് ഇപ്പോൾ ChatGPT ഉപയോഗിച്ച ആൾക്കാരുടെ എണ്ണമായിട്ട് പൊങ്ങിയത്. എന്താ ChatGPT എന്നറിയോ? ChatGPT ഒക്കെ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് അറിവുകൾ ഇൻ്റർനെറ്റിലേക്കൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളായിട്ടോ ബ്ലോഗായിട്ടോ ന്യൂസായിട്ടോ അല്ലെങ്കിൽ അക്കാഡമിക് ഇൻഫോർമേഷൻസ് ആയിട്ടോ മറ്റുമൊക്കെ നോക്കി. ഇതാണ് നിങ്ങളെ പ്രശ്നം. എന്താണെന്നറിയോ? ഒരു ചെറിയ, നിങ്ങൾ ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തൊള്ള അതിനുള്ളിൽ നോക്കിയിരിക്കുന്നില്ലേ? ഇതന്നെയാണ് പ്രശ്നം. ശരിക്കും ഇപ്പോൾ മനസ്സിലായില്ല എന്താ സംഭവിക്കേണ്ടത്? നാട്ടിലെ 99% ആൾക്കാരുടെ പ്രശ്നം ഇതാണ്. എന്ത് ബെനിഫിറ്റാണ് മക്കളെ നിങ്ങൾക്ക് അതിനകത്തുള്ളത്? ഈ ഡിസ്ട്രാക്ഷനാണ് നിങ്ങളുടെ പ്രശ്നം. മര്യാദക്കൊരാൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് എങ്ങനെ കഴിച്ചിലാവാന്ന് പറഞ്ഞിരുന്നുണ്ട്. ഹായ് നോക്കടി ഇന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിലേക്കാണ് എല്ലാവരും തൊള്ള പോയത്. ഇതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ എന്നും സാധാരണക്കാരനായിട്ട് തുടരുന്നത് എന്നുള്ളതിൻ്റെ ബെസ്റ്റ് പ്രൂഫാണിത്. നമുക്ക് ചുറ്റുമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നോയ്സുകളിൽ നിന്ന് നമ്മളെ ശ്രദ്ധ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള മേഖലയിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് കഴിച്ചിലാവാത്തതെന്നുള്ളത് ഇപ്പം നിങ്ങൾ ആരെങ്കിലും പിടിച്ച അതിലേക്ക് നോക്കിയതാണോ? ഇല്ല, ഒപ്പമുള്ള ഫ്രണ്ടും കൂടെ നിങ്ങൾ എടി നോക്കടി എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് നന്നാവാനല്ല പറയുന്നത്, നോക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുക, അവിടെ കാര്യം അല്ല, നോക്ക് ഇവിടെ എന്നെ കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ എക്സാക്ട്ലി നിങ്ങൾ സിനിമയുടെ കഥ ചർച്ച ചെയ്യും. ടെർബോ എങ്ങനെ ഉണ്ടായിരുന്നു, ഗുരുവായൂർ അമ്പലനടയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ChatGPTയുടെ പുതിയ വേർഷൻ വന്നു, ഇത് നമ്മളെ ജോലിയെ എങ്ങനെ ബാധിക്കുമെന്ന് ചർച്ച ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ആലോചിക്കുക. നമ്മൾ എന്തുകൊണ്ട് എന്നും സാധാരണക്കാരനായിട്ട് തുടരുന്നു, അല്ലെങ്കിൽ എന്നും ഈ ടെക്നോളജിയെ കാണുമ്പോൾ പേടിയോടുകൂടി നോക്കുന്ന ആൾക്കാരായിട്ട് തുടരുന്നു എന്നുള്ളതിൻ്റെ റിയൽ റീസൺ നിങ്ങൾക്ക് നിങ്ങളെ ബിഹേവിയറിൽ കാണാം. നമുക്ക് നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മളെ ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കാൻ അറിയില്ല.
അപ്പോൾ എന്താണ് മിസ് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ChatGPT കാലത്തിലേക്ക് തിരിച്ചു വരാം. ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അറിവ് വഴി ലഭ്യമായിട്ടുള്ള ഒരുപാട് ഡാറ്റ ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ അല്ലേ? ഈ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും പഠിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിരിക്കും? അതാണ് ChatGPT. ഇൻ്റർനെറ്റിൽ അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനോട് സംശയങ്ങൾ ചോദിക്കാം. ആ സംശയങ്ങൾക്ക് അത് മറുപടി പറയും. മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾ നോർമലി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ സെർച്ച് റിസൾട്ട് അല്ലേ തരിക, കുറേ വെബ്സൈറ്റുകളുടെ പേരല്ലേ തരിക. ഇതങ്ങനെയല്ല തരിക. നമ്മളൊരു മനുഷ്യനോട് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു തരിക, അതുപോലെയാണ് തരിക. ശരിക്കും പറഞ്ഞാൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരല്ലേ, വാട്സപ്പിൽ നല്ല അറിവുള്ള ഒരാളോട് നിങ്ങൾ ആ വിഷയത്തെ പറ്റി ചാറ്റ് ചെയ്താൽ ആ ചങ്ങാതി നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരൂലേ? അത് തന്നെയാണ് ChatGPT ചെയ്തു തരുന്നത്. നിങ്ങളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആ സംശയത്തെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അല്ലാതെ കുറേ സെർച്ച് റിസൾട്ട് അല്ല തരാം. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് അയാളുടെ പല ജോലികളെയും ChatGPT ഉപയോഗിച്ച് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ഇന്ന രീതിയിലൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം. സാധാരണ ഞാൻ ഒരു മാസം എടുത്ത് ചെയ്യുന്ന പ്രോജക്റ്റ് എനിക്ക് നിമിഷ നേരം കൊണ്ട് ChatGPT ഉണ്ടാക്കി തരും. ഇനി എനിക്ക് എന്താ പറയുക, ഉറക്കം വരുന്നില്ല, ഒരു കഥ എഴുതി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT കഥ എഴുതി തരും. കവിത എഴുതാൻ പറഞ്ഞാൽ കവിത എഴുതി തരും. എനിക്കൊരു മെയിൽ എഴുതണം എന്ന് പറഞ്ഞാൽ മെയിൽ എഴുതി തരും. ഇനി ഇപ്പം നേരത്തെ ടീച്ചർ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം ചോദിച്ചില്ലേ? അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരുമ്പോൾ അത് ChatGPTയോട് ചോദിച്ചാൽ ChatGPT അതും പറഞ്ഞു തരും. അതാണ് ChatGPT. ഈ പറഞ്ഞ ChatGPT ഉണ്ടല്ലോ, ദിനം പ്രതി അതിൻ്റെ ശേഷി കൂടിക്കൊണ്ടേയിരിക്കും. എത്ര കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലമാണ് ഇത് റിലീസ് ചെയ്തത്. അതിൻ്റെ 10 മടങ്ങ് ശേഷി ഇപ്പം ഉണ്ട്. ഇത് നമ്മൾ മറ്റേ ബാലിയുടെ ഒരു കഥയില്ലേ പുരാണത്തിൽ, അങ്ങാണ്ട് ബാലി എന്താ വെച്ചാൽ അതിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ശക്തി മൂപ്പർക്ക് കിട്ടുമെന്ന് പറയുന്നില്ലേ? അതുപോലെ ChatGPTയുടെ ഒരു പ്രത്യേകത, എത്ര ആൾക്കാർ അതിനെ കൂടുതൽ ഉപയോഗിക്കുന്നോ അതൊക്കെ അതിൻ്റെ ട്രെയിനിങ് ഡാറ്റയാണ്. ആ ട്രെയിനിങ് ഡാറ്റ വഴി അത് കൂടുതൽ ശക്തമാകും. ഇപ്പം ലോകത്ത് കണക്ക് ദിനം പ്രതി 10 കോടി ആൾക്കാർ ChatGPT ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ അത് എത്രമാത്രം പവർഫുൾ ആവുന്നുണ്ടെന്ന് ആലോചിക്കാം. ലോകത്ത് ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകൾ ഇൻ്റർനെറ്റിലേക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ ഇത്തരം യന്ത്രങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ടെക്നോളജികൾ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, ജോലി പോകും എന്നുള്ള ഫീലിംഗ് ഒഴിവാക്കിയിട്ട് ഇത് കാണുകയാണെങ്കിൽ അടിപൊളി ടെക്നോളജിയാണ്, എന്ത് പണിയും ചെയ്തു തരും. അപ്പോൾ എന്ത് പണിയും ചെയ്തു തരുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ പൈസ എന്താ പറയുക ശമ്പളം വാങ്ങിയിരുന്ന പണി ഇതെടുക്കും. അതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഒരു ഡേഞ്ചർ സൈഡാണ്. പക്ഷേ ഇങ്ങനെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ലോകത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യഥാസമയം നേരത്തെ പറഞ്ഞ പോലത്തെ ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് നിങ്ങൾ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയറിൽ വലിയ ഉയരങ്ങൾ താണ്ടാൻ കഴിയും. ഡിസ്ട്രാക്ഷനാണ് മക്കളെ പ്രശ്നം. എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിടയിലുള്ള വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഷ്യൽ മീഡിയ ഒരു ഇൻഫോർമേഷൻ്റെ സോഴ്സായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് കൂടുതൽ വരുന്ന വീഡിയോകൾ പുതിയ അറിവ് ലഭിക്കുന്ന തരത്തിലുള്ള വീഡിയോകളായിരിക്കും. കാരണം എനിക്ക് ബോധമുണ്ട്. എന്താണെന്നറിയോ, ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഞാൻ കാണുന്ന സമയത്ത് എനിക്കൊരു ബോധമുണ്ട്, നാട്ടിലെ എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് അവൈലബിൾ ആണ്. ഇൻഫോർമേഷന് വേണ്ടി മെനക്കെടുന്ന ആൾക്കാർ വളരെ ചുരുങ്ങിയതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മെനക്കെടുന്ന ആൾക്കാരെ മുഴുവൻ എനിക്ക് ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഫോർമേഷൻ കിട്ടുന്ന കണ്ടൻറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത്. ആ തിരിച്ചറിവുണ്ടല്ലോ, ആ മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതാണ് ഇന്ന് നമുക്കിടയിലുള്ള വ്യത്യാസം. ആൾക്കാർക്കിടയിലുള്ള ജനറൽ വ്യത്യാസം അവരുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ ChatGPT നന്നായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ജനറലി ഐ സജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ. ഇനി ChatGPT എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സജഷൻ തരാം. മീൻസ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോകളുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് പങ്കുവെക്കാറുണ്ട്. എനിക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ വഴിയൊന്നുമില്ല. ഒരു ഫ്രീ ആയിട്ട് ഒരു കോഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ChatGPT എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിന്. ആവശ്യമുള്ളവർക്ക് കയറി ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ.
അതെന്താണെന്നറിയോ? പറയേണ്ടോണ്ടൊന്നും തോന്നരുതേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഈ അത്യാവശ്യം മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി എന്നോട് പറയാണ്, ഉമറെ, നമ്മളിങ്ങനെ മെനക്കെട്ട ആൾക്കാരോട് പഠിക്കണം, വായിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നേരത്തെ എണീക്കണം എന്നൊക്കെ പറയും. 99% ആൾക്കാരും 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യൂല. മൂപ്പര് ഇതൊരു വിഷമം പോലെ ആട്ടോ പറഞ്ഞത്. എന്നിട്ട് പിന്നെ മൂപ്പര് ചിരിച്ചോണ്ട് പറയാം, അല്ല അതൊന്നും ചെയ്യാനും പാടില്ല. കാരണം എന്താ, നാളെ നമുക്ക് ഡിമാൻഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവർ നന്നാവാൻ പാടില്ല. അപ്പോൾ അതുപോലെ നിങ്ങളൊന്നും നന്നാവരുത്, എന്താ പറയുക, നന്നായി കഴിഞ്ഞാൽ ഡിമാൻഡ് പോലെ. അങ്ങനെ നാട്ടിലെല്ലാവരും നന്നാക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ ജനറലി നമ്മളെ ഒരു ചിന്ത എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്താന്നുള്ളതാണ്. വിനോദം കണ്ടെത്താൻ നമ്മളെല്ലാവർക്കും അറിയാം. പക്ഷേ പറഞ്ഞല്ലോ, പഠിക്കുക എന്നുള്ളത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മൈൻഡ് സെറ്റ് വേണം. ഒരു ജോലി ചെയ്യുന്ന മൈൻഡ് സെറ്റ് പോലെയും കൂടിയല്ല. കാരണം ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം ശമ്പളം കിട്ടും എന്നുള്ളത് അറിയാം. നേരെ മറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ പഠിച്ചത് കൊണ്ടുള്ള ബെനഫിറ്റ് എന്താണെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് വലിയ ധാരണ ഉണ്ടാകില്ല. അപ്പോൾ അവിടെ പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പോൾ ആ ചിന്തയുള്ള ആൾക്കാർ ജീവിതത്തിൽ എല്ലാ മേഖലയിലും കഴിച്ചിലാവും. നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും സക്സസ്ഫുൾ ആവട്ടെ കേട്ടോ. മറ്റേത് ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. ട്രൈ ടു എന്താ പറയുക, എല്ലാ ദിവസവും ഇന്നലത്തിനേക്കാളും നല്ലതാക്കാൻ ശ്രമിക്കാം. വായിച്ചു തുടങ്ങുക. കുറേ വായിക്കണമെന്നില്ല, 2 പേജ് വായിക്കാൻ പറ്റിയാൽ അത് സ്ഥിരമായിട്ട് ചെയ്യാം. നേരത്തെ എണീക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ പോലെ ചിന്തിക്കാം. എല്ലാവരും 10 മണിക്കാണ് എണീക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മണിക്ക് എണീറ്റാൽ നിങ്ങൾക്ക് അവരെക്കാൾ ഒരു 4 മണിക്കൂറിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓൻ കിടന്നുറങ്ങുന്ന നേരത്തെ നിങ്ങൾക്ക് പല പണിയും ചെയ്യാം. നാട്ടിലെല്ലാവർക്കും 24 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻസ് എന്താണെന്നറിയോ? ആ 24 മണിക്കൂറിനെ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നതിലാണ്. അപ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് കാണുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് ഒരു ഭാഗത്ത് കണ്ടോളി, സിനിമകൾ കണ്ടോളി, ഇടയ്ക്ക് എന്താ പറയുക, പുട്ടിന് തേങ്ങിടുന്ന പോലെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ അറിയാൻ ശ്രമിക്കുക. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാനുള്ള അവസരം നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. ഇൻ്റർനെറ്റിൽ എല്ലാം കിട്ടും. പക്ഷേ ആ ഇൻ്റർനെറ്റിൽ എന്താണ് പരതേണ്ടത് എന്നുള്ളത് നിങ്ങളെ കയ്യിലാണ്. ആ മൈൻഡ് സെറ്റ് നിങ്ങളെ കയ്യിലാണ്. അത് വലിയ മാറ്റങ്ങൾ വ്യക്തികൾക്കിടയിൽ സൃഷ്ടിക്കും. അതൊരിക്കലും നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും കഴിച്ചിലാവാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. പക്ഷെ എല്ലാവരും കഴിച്ചിലാകൂല. ബെസ്റ്റ് എക്സാമ്പിൾ പറയട്ടെ, നല്ല ഭക്ഷണം കഴിച്ചാൽ, നല്ല വ്യായാമം ചെയ്താൽ നല്ല ഹെൽത്ത് ഉണ്ടാകുമെന്ന് അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? എന്നിട്ട് നാട്ടിലെല്ലാവർക്കും നല്ല ഹെൽത്ത് ഉണ്ടോ? അത്രേനേ ഉള്ളൂ. അപ്പം ഇതിലും അത് ആലോചിച്ചാൽ മതി. ഞങ്ങൾ ഹയർ സ്റ്റഡീസിന് AI-യുടെ യൂസ് എങ്ങനെയാണ്? ChatGPT-യുടെ ഡീമർസ്. അപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ChatGPT ബേസിക്കലി നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള ഒരാളെ അസിസ്റ്റൻ്റായിട്ട് കിട്ടുന്നതിന് തുല്യമാണ്. നമുക്ക് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ChatGPT-ൻ്റെ ഒക്കെ യൂസ് കേസുകൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അറിയോ? ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ChatGPT ഉണ്ടെങ്കിലും ChatGPT എല്ലാവർക്കും ഒരേ ഉത്തരമല്ല തരാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചിട്ട് ആണ് അതിൻ്റെ ഉത്തരത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുക. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും, മെക്കാനിക്കൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, AI പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, ഏത് മേഖലയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അതാത് വിഷയങ്ങളിൽ ഡീപ്പർ നോളേജ് കിട്ടാൻ വേണ്ടിയിട്ട് അത്തരം സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ChatGPT ആപ്പായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ആൻഡ്രോയിഡിലും iOS-ലൊക്കെ ChatGPT എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്. പക്ഷേ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സക്സസ്ഫുൾ ആവില്ല. അതിനോട് ദിനം പ്രതി ഇടപഴകണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തു എന്ന് വെക്കാം. ആ ടോപ്പിക്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ സാധ്യതയുള്ള ജോലിയെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ജോലിയായിരിക്കാം ഞാൻ ചെയ്യാൻ സാധ്യതയുള്ളത്, അങ്ങനെ ഇമാജിൻ ചെയ്യാം. അപ്പോൾ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാവില്ലേ, ആ സ്കില്ലുകളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് AI ഉപയോഗിക്കാം. ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ,
അപ്പോൾ ടീച്ചർക്ക് എല്ലാ കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കുക എന്നുള്ളത് കുറച്ച് ടഫായിരിക്കും. കാരണം ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരു പക്ഷേ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിനകത്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നാട്ടിലുള്ള എല്ലാ പുതിയ ഇന്നോവേഷൻസും സിലബസിനകത്ത് ചിലപ്പോൾ ഉൾപ്പെട്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ ഈ 2 ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് വരുന്ന ഡൗട്ടുകൾ തീർക്കാൻ, അതിനകത്ത് വരുന്ന പുതിയ മുന്നേറ്റങ്ങൾ അറിയാൻ അതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ChatGPTയെ ലെവറേജ് ചെയ്യാൻ പറ്റും. ChatGPTയുടെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താണെന്നറിയോ? തെറ്റുത്തരങ്ങളും ChatGPT വളരെ ഒതൻറ്റിക് ആയിട്ട് തരും. അതായത് എന്താ പറയുക, വളരെ ആധികാരികതയോടെ തെറ്റുത്തരങ്ങൾ തരുന്ന ഒരു സാധനമാണ് ChatGPT. ആധികാരികമായിട്ട് തരും. അപ്പോൾ നിങ്ങൾ അത് ഈ ടെക്നോളജിയുടെ ഒരു പ്രശ്നമാണ്. കാരണം ChatGPTയുടെ പിറകിൽ ഉള്ള ഒരു ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറയും. അതായത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വാക്കുകളിൽ നിന്നും ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വാക്ക് എന്താണ് ലോജിക്കലി വരിക. ഇപ്പോൾ നമുക്ക് ചില ആൾക്കാരെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയില്ലേ, ചില ആൾക്കാർ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഓൻ എന്താ പറയാൻ പോകേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയില്ലേ. അതായത് ഞാൻ പറഞ്ഞതിനെ കംപ്ലീറ്റ് ആക്കാൻ അടുത്ത ആൾക്ക് കഴിയുന്ന ഒരു സംഭവമില്ലേ. നമ്മളുമായിട്ട് അത്രയും ബന്ധമുണ്ടെങ്കിൽ ChatGPT ചെയ്യുന്നത് സമാനമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതായത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഡാറ്റയിൽ നിന്നും ChatGPT പഠിക്കുകയാണ്. ഇന്ന വാക്കുകൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഈ ചങ്ങാതി ഇതായിരിക്കാം ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അയാൾക്ക് വേണ്ടുന്ന ആൻസർ ഇതാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അല്ലാതെ ChatGPTയുടെ പിറകിൽ ഒരു ബുദ്ധിയുള്ള ഒരാൾ ഇരുന്നിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ ഈ ഉത്തരം കൊടുക്കണമെന്നില്ല. പകരം എന്താ വെച്ചാൽ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിലെ കീ വേർഡുകൾ ഉണ്ടാവും, അതിലെ പ്രധാനപ്പെട്ട വേർഡുകൾ ഉണ്ടാവും. ഈ വേർഡുകൾ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അയാൾ ഇതായിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്ന് ആ ടെക്നോളജി പഠിക്കുകയാണ്. അപ്പോൾ അതിന് ഈ വേർഡുകൾ സാധാരണഗതിയിൽ ചേർന്ന് വരുമ്പോൾ എന്താണോ ഉണ്ടാവുന്നത് അത് നമുക്ക് എടുത്ത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്ന സമയത്ത് വളരെ എന്താ പറയുക, ആധികാരികമായിട്ട് ChatGPT തെറ്റുത്തരങ്ങൾ തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരങ്ങളെ വെരിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഹ്യൂമൻ ഇൻ്റലിജൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പൂർണ്ണമായിട്ട് നമ്പുന്നത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇൻ്റലിജൻസും അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ AI തെറ്റ് കാണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനും എന്നാൽ ശരിയുത്തരം കാണിച്ചുകൊണ്ട് നമ്മുടെ ജോലികളെ എളുപ്പമാക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒരു മോണിറ്ററിങ് റോളാണ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നന്നാവുക. അപ്പോൾ ആ രീതിയിൽ ChatGPT പോലെയുള്ള AI ടൂളുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചോദിക്കാനുള്ളത് ഡീപ് ഫേക്ക് വീഡിയോസിനെ പറ്റിയാണ്. അത് ആക്ച്വലി എന്താണ് സംഭവം, അതുപോലെ അത് AI-നെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാമെന്ന് പറയാനുണ്ട്. ഡീപ് ഫേക്ക് വീഡിയോകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വാട്സപ്പ് വഴി പങ്കുവെക്കുന്ന പല വീഡിയോകളും ഒരു പക്ഷേ ഫേക്ക് വീഡിയോകളാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആകുന്ന, അപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൽ ഇങ്ങനെ വരുന്നുണ്ട്, ലേബലിംഗ് എന്ന് പറയും. അതായത് ഈ വീഡിയോ AI വെച്ച് നിർമ്മിച്ചതാണോ അല്ലയോ എന്ന് നമുക്ക് കൊടുക്കാം, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കൊടുത്ത വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത് AI വെച്ചുണ്ടാക്കിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ലഭ്യമാകുന്ന ഏകദേശം 20% ചിത്രങ്ങളും വീഡിയോകളും AI ഉണ്ടാക്കിയതത്രേ, മനുഷ്യനല്ല AI ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താൻ, ആളുകൾക്കിടയിൽ സ്പർദ്ധ പടർത്താൻ, ആളുകളെ തമ്മിലടിപ്പിക്കാനൊക്കെ ഇത്തരം ടെക്നോളജികൾ മിസ്യൂസ് ചെയ്യപ്പെടാം. കാരണം ഫേക്ക് വീഡിയോകളാണ്. ഇപ്പം ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് എന്ത് ധൈര്യമാണുള്ളത് നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴി കാണുന്ന എല്ലാം ഒറിജിനലാണ് എന്നുള്ളത്? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നത് നിങ്ങൾ നിരന്തരം കാണുന്ന ഇൻഫോർമേഷൻസ് എന്നല്ലേ? ആ ഇൻഫോർമേഷൻസ് എല്ലാം യഥാർത്ഥമാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് എന്ത് പ്രൂഫാണുള്ളത്? ഇതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഡീപ്പ് ഫേക്ക് വീഡിയോകളോ ഡീപ്പ് ഫേക്ക് ഇമേജുകളോ ഒക്കെ ഇന്ന് ലോകത്ത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ടെക്നോളജിയുടെ നല്ല വശങ്ങളെക്കുറിച്ചല്ലേ കൂടുതലും പറഞ്ഞത്, അതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശമാണിത്. അതായത് നമ്മുടെയൊക്കെ ചിന്തയെ സ്വാധീനിക്കാൻ കഴിയുന്ന വീഡിയോകളും ഓഡിയോകളും ടെക്സ്റ്റുകളും ഒക്കെ ഫേക്കായിട്ട് നിർമ്മിച്ച് നമ്മളെ തമ്മിലടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ നമ്മളെ തെറ്റായ ദിശയിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത,
ഇതിന്ന് വലിയ രീതിയിൽ ഒരു മിസ്യൂസിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, ഇതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്ന വീഡിയോകളെയോ അല്ലെങ്കിൽ കണ്ടന്റിനെയോ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിർബന്ധമായിട്ടും ഫാക്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ വാട്സപ്പ് വഴി ഒരു സാധനം നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ അല്ലേ, മലമ്പാമ്പിനെ പിടിച്ചു, മറ്റേത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ വരലുണ്ട്. അനക്കോണ്ട ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ കടലിൻ്റെ അടിയിൽ നിന്ന് ഇത് കിട്ടി അത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാട്സപ്പിൽ പണ്ട് ഇത് വരലുണ്ടായിരുന്നു. എന്താണെന്നറിയോ, രാത്രി 3 മണിക്ക് കോസ്മിക് രശ്മി ഇറങ്ങും, അതുകൊണ്ട് ഫോൺ ഓഫാക്കി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇപ്പം അത് വരില്ല. അല്ലെങ്കിൽ കേരളത്തിൽ സുനാമി ഭീഷണി, ഭൂചലനത്തിനുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞ് ഇത് പടച്ചു വിടുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് പടച്ചവന് മാത്രമേ അറിയുള്ളൂ. ഇവരെന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത്ര തന്നെ സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ യഥാർത്ഥമാണെന്ന് വിചാരിക്കും. ഇതാണ് ഡീപ് ഫേക്കുകളുടെ വലിയ പ്രശ്നം. അതായത് എല്ലാവരും ടെക്നോളജി മേഖലയിൽ ഒരേ തരത്തിലുള്ള ഇൻഫോർമേഷൻ ഉള്ളവരല്ല. അപ്പോൾ അതില്ലാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് ഇത് എത്തുമ്പോൾ അവർ ആദ്യം വിശ്വസിക്കുകയും ചെയ്യാം. കാരണം ഇത് വന്നതല്ലേ, ആരാ എനിക്ക് അയച്ചെന്ന്, എനിക്ക് അറിയുന്ന ഒരു മാമനെ അയച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിൽ വിളിക്കുക കേശവൻ മാമൻ എന്നൊക്കെ വിളിക്കും. അതായത് അപ്പം നമ്മളെ കുടുംബത്തിലൊക്കെ ഇങ്ങനത്തെ കേശവൻ മാമന്മാരുണ്ടാവും. അതായത് സതുദ്ദേശത്തോടു കൂടിയിട്ട് വീഡിയോകൾ പങ്കുവെക്കുന്ന ആൾക്കാർ, അല്ലാതെ മോശം ഉദ്ദേശിച്ചിട്ടല്ല. അവർക്ക് കിട്ടിയ ഒരു അറിവ് ഇവർ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ പലതും ഡീപ് ഫേക്ക് വീഡിയോകളാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വാട്സപ്പ് പോലെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കമൻറ്റ് വായിച്ചാൽ മനസ്സിലാവും. കാരണം വിവരമുള്ള ആരെങ്കിലും അത് ഫേക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. നേരെ മറിച്ച് വാട്സപ്പിലൊരു സാധനം കിട്ടുമ്പോൾ അതിൻ്റെ സോഴ്സ് വെരിഫൈ ചെയ്യാൻ നമുക്ക് സംവിധാനങ്ങൾ കുറവാണ്. ഇത് ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അതിന് യഥാർത്ഥത്തിൽ സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളെയും ഒറ്റയടിക്ക് വിലയിരുത്തുന്നതിന് പകരം ഒരു സമയമെടുത്ത് ഇത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ +1 +2 കഴിഞ്ഞുള്ള ആൾക്കാരനെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതിൽ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഫാഷൻ ഡിസൈനിങ് എന്നുള്ള മേഖലയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ആ സോഫ്റ്റ്വെയർ അറിയുന്ന ആൾക്കല്ല, നന്നായി പ്രോംപ്റ്റ് അടിക്കുന്ന ആൾക്കാണ് ഇപ്പോൾ ആ മേഖലയിൽ സ്കോപ്പ്. അപ്പോൾ ഇനി അതുപോലെ നന്നായി പ്രോംപ്റ്റ് അടിക്കുന്ന ഒരു AI വരുമോ, അതോ ഈ ക്രിയേറ്റീവ് മേഖലയുടെ ഭാവി എന്താണെന്നാണ്? ഓക്കെ, നല്ല ചോദ്യമാണ്. ഇതിൽ അത് ക്രിയേറ്റീവ് ജോലികളിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ജോലിയിലും AI വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണവും ദോഷവും ശരിക്കും ഇതൊരു എന്താ പറയുക, ഒരു കോയിൻ്റെ 2 സൈഡ് പോലെയാണ്. ഇപ്പോൾ ഗുണമാണ് ആർക്കെന്നറിയോ, ഇപ്പോൾ എനിക്ക് ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്തെടുക്കണം, എനിക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, വേറെ ആർക്കും പൈസ കൊടുക്കണ്ട, എനിക്കത് ചെയ്തെടുക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമാണ്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുന്നൊരു ജോലിയാണെങ്കിൽ, നിങ്ങളുടെ ജോലിയാണ് എനിക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഒക്കെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ, നമ്മൾ ഭയങ്കര ക്രിയേറ്റീവാണ്. ഈ ലോകത്തുള്ള ഒരു ജീവിയും ഇത്രയും ക്രിയേറ്റീവ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു വഴി നമ്മൾ തന്നെ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ ഇപ്പോൾ AI ടൂളുകളോട് നമ്മൾ നല്ല ഒരു ചിത്രം വേണമെന്ന് പറഞ്ഞാൽ അത് ചിത്രം ഉണ്ടാക്കി തരുന്ന AI ഉണ്ട്, വീഡിയോ ഉണ്ടാക്കി തരുന്ന AI ഉണ്ട്, ഓഡിയോ ഉണ്ടാക്കി തരുന്ന AI ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇന്നത്തെ സ്റ്റേജിൽ നല്ല രീതിയിൽ ഇത്തരം AI ടൂളുകളോട് ഇന്ന ചിത്രം വേണം എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് നല്ല തൊഴിലവസരമാണ്. പക്ഷേ യാഥാസ്ഥിതികരായിട്ട് അതിൽ അപ്ഡേറ്റഡ് ആവാതെ പോകുന്ന ആൾക്കാർക്ക് അതൊരു തൊഴിൽ നഷ്ടവുമാണ്. ഇതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ടെക്നോളജികളുടെ വരവിനെ ഒരിക്കലും നമുക്ക് ചെറുക്കാൻ കഴിയില്ല. നമുക്ക് കഴിയുന്ന ഒരു കാര്യം ഇതിന് കൂടെ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്. ഇനിയും പവർഫുൾ ആയിട്ടുള്ള AI ടൂളുകൾ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും അസ്യൂം ചെയ്യാൻ പറ്റില്ല, കൂടുതൽ വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ജോലി മാറ്റേണ്ടി വരും എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഹലോ, ഞാൻ പ്രകാശൻ, കോളേജിലെ മെക്കാനിക്കൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇന്ന് മെക്കാനിക്കൽ ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും, എസ്പെഷ്യലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോലുള്ള ഇൻഡസ്ട്രികളെല്ലാം, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളെല്ലാം റോബോട്ട്സ് അതേമാതിരിയുള്ള ഓട്ടോമേഷനിലേക്ക് കടന്നിരിക്കുകയാണ്.
അതെല്ലാം പ്രോഗ്രാമബിളാണ്. എല്ലാ മെഷീനുകളും പ്രോഗ്രാമബിളാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ടുകളും മറ്റു കാര്യങ്ങളാണ് ഇൻഡസ്ട്രികളിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ള ആൾക്കാർക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന്, കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൊഡക്ഷൻ ഷോപ്പുകളിലും മാനുഫാക്ചറിങ്, അസംബ്ലി തുടങ്ങിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം മെക്കാനിക്കൽ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനും മറ്റ് ആൾക്കാർക്ക് ജോലി നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ അതിജീവിക്കും? ഓക്കെ, നല്ല ചോദ്യമാണ്. അപ്പോൾ ഇതിൽ സാറ് പറഞ്ഞത് കേൾക്കാത്തവർക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഒരു മെക്കാനിക്കൽ മേഖലയിൽ എല്ലാം ഒരുപാട് റോബോട്ടുകളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും AI എനാബിൾഡ് റോബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാലത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു സജഷൻ പറയാനുള്ളത്, ഏത് ജോലിയാണെങ്കിലും ആ ജോലിക്കകത്ത് ചെയ്യുന്ന ജോബ് റോളുകൾ എടുക്കുക. എഗൈൻ ഞാൻ പറഞ്ഞ ജോബ് റോളുകളാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഡോക്ടർ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് മരുന്ന് എഴുതും, അതുപോലെ രോഗം നിർണ്ണയിക്കും, സർജറി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരുപാട് റോൾസ് ഇല്ലേ. അതുപോലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷേ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പോൾ എന്തൊക്കെ ജോബുകളാണോ അതിനകത്ത് ചെയ്യുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് സാങ്കേതികമായിട്ട് നമുക്ക് ഇത് എപ്പോഴും എന്താ വെച്ചാൽ റീപ്ലേസിങ് എന്ന് ചിന്തിക്കുന്നതിനേക്കാളുപരി ഓഗ്മെൻറ്റിങ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഓഗ്മെൻറ്റ് ചെയ്യാണ്. റീപ്ലേസിങ് ആവുന്നത് സ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർക്കാണ്. അല്ലാതെ ഇപ്പം ഞാൻ എപ്പോഴും അപ്ഡേറ്റഡ് ആകുന്ന ഒരു എൻജിനീയർ ആണ് എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ചെയ്യുന്ന ജോലിയെ ഈസി ആക്കാൻ പറ്റുന്ന ടൂളാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഹയർ ടാസ്കുകൾ ചെയ്യാൻ എനിക്ക് അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഏതെല്ലാം മേഖലകളിലാണോ AI, ആ പെർട്ടിക്കുലർ ജോലിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ടാവും. ആ ഫങ്ഷൻസിൽ ഏതിലൊക്കെയാണോ AI വരുന്നത്, AI വരാൻ സാധ്യതയില്ലാത്തത്, ഇത്തരം ഒരു അവലോകനം നടത്തുക. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താണെന്നറിയോ, ഡോക്ടർമാർ, ഇപ്പം എനിക്ക് ഈസി ആയിട്ട് അറിയുന്നൊരു എക്സാമ്പിൾ പറയാം. ഡോക്ടർമാർ കൂടുതൽ വേണം. ഇപ്പം AI മരുന്ന് എഴുതിയാലും AI സർജറി ചെയ്താലും ഡോക്ടർമാർ കൂടുതൽ വേണമെന്നാണ് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ AI സർജറി ചെയ്യുന്നതും മരുന്ന് കൊടുക്കുന്നതും റോബോട്ടിനല്ല, മനുഷ്യനാണ്. പേഷ്യൻ്റ് മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യന് ഒരു ഹ്യൂമൻ ടച്ചും കൂടെ ആവശ്യമാണ് അല്ലേ. അയാളുടെ മാനസികമായിട്ട് പെരുമാറണം, അയാളുടെ ഇമോഷണൽ സൈഡ് ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഇമോഷണൽ സൈഡ് ഫുൾഫിൽ ചെയ്യാൻ അവിടെ ഒരു മനുഷ്യൻ്റെ ടച്ച് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർമാർ ആയിരക്കണക്കിന് പേഷ്യൻസിനെ നോക്കുന്നത് മാറ്റിയിട്ട് ഓരോ പേഷ്യൻറ്റിൻ്റെയും ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്ക് മരുന്ന് എഴുതുന്ന പോലെ തന്നെ അയാളുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളെ കൂടെ പരിഹരിക്കുന്ന രീതിയിലേക്ക് മാറിയാൽ, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കൂടുതൽ ഡോക്ടേഴ്സ് വേണം, കൂടുതൽ ടീച്ചേഴ്സ് വേണം. കൂടുതൽ ടീച്ചേഴ്സ് എന്തിനാ? പഠിപ്പിക്കുക എന്നുള്ളതല്ല ടീച്ചറുടെ മെയിൻ റോള്. നല്ല ഒരു വ്യക്തിയെ ഉണ്ടാക്കുക. നല്ലൊരു വ്യക്തി കുറേ സിലബസ് പഠിച്ച ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മനസ്സുള്ള, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന, തെറ്റിനെ ശരിയെ വേർതിരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർ ചെയ്യുന്ന പല സാധനങ്ങളും AI ചെയ്താലോ, ഇപ്പോൾ ChatGPT സംശയം തീർത്തു കൊടുത്താലോ, ChatGPT പുതിയ മുന്നേറ്റങ്ങൾ പഠിപ്പിച്ചാലോ, മാനുഷിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് എന്നും ഡിമാൻഡ് ഉണ്ടാകും. അപ്പം അതുപോലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ചെയ്യുന്ന പല തൊഴിലിൽ വരുന്ന പല മേഖലകളെയും ടെക്നോളജി റീപ്ലേസ് ചെയ്താലും റീപ്ലേസ് ചെയ്യപ്പെടാത്ത ഏരിയകൾ ഇതായിരിക്കും എന്നുള്ള ഒരു ഗഹനമായിട്ടുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു പഠനം നിങ്ങൾ നടത്തുക. ഏതൊക്കെ ഭാഗത്താണ്, ഏതെല്ലാം ജോലിയിൽ വരുന്ന ഏതെല്ലാം ഭാഗങ്ങളാണ്, അങ്ങനത്തെ റിപ്പോർട്ടുകൾ IMF ഒക്കെ പുറത്തിറക്കുന്നുണ്ട്. IMF, വേൾഡ് ബാങ്ക് ഒക്കെ അവരുടെ ജോബ് റിപ്പോർട്ടുകളുണ്ട്. അതായത് ജോബിനകത്തുള്ള ഏതൊക്കെ ജോബ് റോളുകളെയാണ് AI ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടുകളുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ പരിശോധിക്കാം. എന്നിട്ട് AI ബാധിക്കാത്ത മേഖലകളിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതായത് ഞാൻ ഏത് കോഴ്സ് എടുത്താലാണ് എനിക്ക് കരിയർ കിട്ടുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ പണി അറിയില്ല. അതായത് കരിയർ കൗൺസിലിംഗ് അറിയില്ല, അല്ലെങ്കിൽ ആ മേഖല എനിക്ക് അറിയുന്നതല്ല. ടെക്നോളജികളുടെ ട്രെൻഡിനെ കുറിച്ചാണ് എനിക്ക് കൂടുതലും അറിയാം. അതായത് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്, ഇത് നമ്മൾ ചെയ്യുന്ന പല മേഖലകളിലും വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കും, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക.
അപ്പോൾ ഇപ്പോൾ എൻജിനീയറിങ്ങിൽ എത്രാമത്തെ സെമസ്റ്ററിലാണ് ഇതെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ജനറലി സ്പീക്കിംഗ് ഇന്നത്തെ പല ബിടെക് കോഴ്സുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസാണ് പഠിപ്പിക്കുന്നത്. ഇൻഡസ്ട്രി ഇൻ്റർഫേസ് ഇല്ലാതെയാണ് എൻജിനീയറിംഗ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു റീസൺ പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ഡോക്ടർ ആവുക അല്ലേ, അതായത് ഒരു ഹോസ്പിറ്റൽ കൂടെ ഉണ്ട്. പക്ഷേ എൻജിനീയറിംഗ് കോളേജുകൾ അധികം ഉള്ളത് ഇൻഡസ്ട്രിയോട് കണക്റ്റഡ് ആയിട്ടല്ല. അപ്പോൾ അവിടെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് അറിയാതെ പോകുന്ന ഒരു പ്രശ്നം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പം മാർക്കറ്റിൽ എന്താണോ ട്രെൻഡിങ് എന്നറിയാത്ത ഒരു പ്രശ്നം പല ബിടെക്കൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ഇൻഡസ്ട്രി ലിങ്കേജ് ഇല്ല. അപ്പോൾ ഇൻഡസ്ട്രി സ്കിൽസ് പഠിക്കുക എന്നുള്ളത് ബിടെക്കോ അല്ലെങ്കിൽ എനി ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ആവശ്യം എന്താണ്, ഒരു ജോബ് സ്കില്ലായിട്ട് മാറണം. അപ്പോൾ മാർക്കറ്റിനിട്ട് കണക്റ്റ് ഇല്ലാതിരിക്കുന്ന പോയിന്റിൽ അവർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ പലരും കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ പല മൈക്രോ പ്രോസസ്സറുകളും മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്, പുതിയതിനെ കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വടകര എഞ്ചിനീയറിംഗ് കോളേജിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് പറയുകയാണ്, ഇപ്പോൾ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വരികയാണ്, ചിപ്പ് നിർമ്മാണവും മറ്റുമൊക്കെ വരികയാണ്. പക്ഷേ എനിക്ക് ആ ഒരു എക്സാക്റ്റ് മെഷർമെൻറ്റ് അറിയില്ല. പുള്ളി പറഞ്ഞത് 27 നാനോമീറ്ററോ അങ്ങനെ എന്തോ ഒരു മെഷർ പറഞ്ഞു. അത്രയുള്ള സെമി കണ്ടക്ടേഴ്സ് ഇന്ത്യയിൽ വരുന്നുള്ളൂ. പക്ഷെ അത് ഇന്ന് ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ 10 നാനോ ലെവലിൽ ചെയ്യുന്ന ചിപ്പുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മുടേത് ഇൻഡസ്ട്രി ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് അല്ല നമ്മളെ നാട്ടിൽ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അധിക എഞ്ചിനീയറിംഗ് ഡിഗ്രി നേരിടുന്ന പ്രധാന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിലുള്ള ഒരു ധാരണ കുറവുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസിനെ കണ്ടിട്ടാണ് ഒരു ഡോക്ടർ MBBS ഡിഗ്രി പൂർത്തിയാക്കുന്നത്. പക്ഷെ അത് എഞ്ചിനീയറിംഗിലില്ല. എഞ്ചിനീയറിംഗിൽ ഈ ഇൻഡസ്ട്രി കണക്റ്റ് ഇല്ലാത്ത ഒരു പ്രശ്നം നല്ലോണം ഉണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസോ മറ്റുമൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു എഡ്യൂക്കേഷൻ കമ്പനി ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് വരുന്ന അധിക കുട്ടികളും നമുക്കൊരു ഫിനിഷിംഗ് സ്കൂളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള IIT മദ്രാസുമായിട്ട് പാർട്ട്ണർഷിപ്പുള്ള ഒരേ ഒരു എഡ്യൂക്കേഷൻ കമ്പനിയാണ് നമ്മൾ. IIT മദ്രാസും നമ്മളും കൂടെ ചേർന്നിട്ട് കുട്ടികൾക്കൊരു ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം, ആക്ച്വലി ഇവർ ഡിഗ്രി ഒക്കെ പൂർത്തിയാക്കി, പക്ഷെ ഇവർക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രോജക്റ്റും മറ്റുമൊക്കെ കൊടുത്തിട്ട് ഇതാണ് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കണക്ഷനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതായത് കുട്ടികൾ ഡിഗ്രി പൂർത്തിയാക്കുന്നത് ഒരു ഭാഗവും എന്നാൽ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും തമ്മിലുള്ളൊരു മിസ്മാച്ച് ഇന്നുണ്ട്. കുഴപ്പം എന്താ വെച്ചാൽ ജനറലി ഒരു ഡിഗ്രി പൂർത്തിയാക്കുക എന്നുള്ളത് കൊണ്ട് ഒരു കരിയർ ഉണ്ടാവണമെന്നില്ല. ഈ മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങൾ 3 കൊല്ലത്തെ ഡിഗ്രി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സിലബസ് തുടങ്ങിയ കാലത്തുള്ളതാവില്ല അപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവുക. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാട്ടോ. അത് ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരെ മാത്രം പ്രശ്നമല്ല. ജനറലി എനി ഡിഗ്രി ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന സമയത്തുള്ള മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കില്ല ഇത് പൂർത്തിയാക്കുന്ന സമയത്തുണ്ടാകുക. അപ്പോൾ അപ്പോഴത്തെ ട്രെൻഡിങ് സാധനങ്ങളുടെ കൂടെ മൂവ് ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രി കണക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്, മീൻസ് കുട്ടികൾക്ക് ആവശ്യമാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇൻഡിവിജ്വലി സ്പീക്കിംഗ് എന്താ പറയുക, കമ്പ്യൂട്ടർ സയൻസിൽ ജനറലി AI കുറിച്ച് എത്രയോ കാലമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. AI ബേസിക്സ് എനിക്കൊന്ന് 90-കൾ മുതൽ സിലബസിൻ്റെ ഭാഗമാണ് AI എന്നുള്ള ടോപ്പിക്ക്. പക്ഷെ അതിൻ്റെ ഇന്നത്തെ വേരിയേഷൻസ് അതിലില്ല. അങ്ങനൊരു കുഴപ്പമുണ്ട്. അതായത് ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള AI ഏറ്റവും പുതിയ മോഡലുകളാണ്. ലാർജ് ലാംഗ്വേജ് മോഡലുകൾ, അതിൽ തന്നെ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ GPTs എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. ChatGPT എന്നുള്ള പേരില്ലേ, ആ പ്രീ ട്രെയിൻഡ് ആണത്. അപ്പോൾ അത് എന്താ പറയുക, നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജിലൊന്നും സിലബസിലില്ല. ഈ ടെക്നോളജി ആക്ച്വലി 2016-17 വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നേ അത് ചർച്ച ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പേപ്പർ ഗൂഗിൾ 2016 ക്രിയേറ്റ് ചെയ്ത പേപ്പറാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ടെക്നോളജി ഇപ്പോൾ ഇന്ന് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് കുറച്ച് ബിഹൈൻഡാണ്. കുട്ടികൾ ഇൻഡസ്ട്രി റെഡി ആകാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ശ്രമങ്ങൾ അവർ നടത്തേണ്ടി വരും. അതാണ് എപ്പോഴും പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിലേറ്റവും പുതുമകൾ കണ്ടെത്താൻ ശ്രദ്ധിക്കുക. ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അക്കാഡമിക് നോളേജ് നിങ്ങൾക്ക് അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള
ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കാഡമിക് നോളജ് ഉപയോഗിക്കുക. ഇൻഡസ്ട്രിയിലെ ഏറ്റവും റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഫോക്കസ് ചെയ്തിട്ട് ആ മേഖല അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിലൊരു സജഷനായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഇന്ന ജോബ് എന്ന് പറഞ്ഞിട്ട് അതിന് തയ്യാറെടുത്താൽ പോലും നിങ്ങളൊരു ഡിഗ്രി പൂർത്തിയാക്കുന്ന പോയിന്റിൽ ആ ജോലി ഉണ്ടായിക്കൊള്ളണം എന്ന ഒരു നിർബന്ധവുമില്ല. 10-20 കൊല്ലം നിലനിൽക്കുന്ന ഒരു ജോലിയും ഇനിയുള്ള കാലത്ത് ഉണ്ടാവില്ല. ഐഡിയലി സ്പീക്കിംഗ് ഒരു 3-4 കൊല്ലക്കായിരിക്കും ഓരോ ജോബുകളുടെയും ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ജോലികളുടെ അപ്പോഴേക്കും ഈ പുതിയ AI വന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹയർ ജോബുകളിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ള ഒരു ആശയം എല്ലാവരും ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഡിഗ്രിക്ക് ശേഷം പഠനം അവസാനിപ്പിക്കാൻ പറ്റില്ല. പഠനം ലൈഫ് ലോങ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതിന് എല്ലാവരും ഫോക്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.